ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വെള്ളക്കടല വെച്ചിട്ട് വറുത്തരച്ച് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വൈറ്റ് അത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് നന്നായി വേവിച്ചെടുക്കണം. ആദ്യം കുക്കറിലോട്ട് ഈ കടല ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. നമുക്ക് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2.5 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 സവാള സ്ക്വയേഴ്സായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. 1 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് നടുകട്ട് ചെയ്ത് വെച്ചതും കുറച്ച് വേപ്പിലയും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ മൂടി വെച്ച ശേഷം 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 3 വിസിൽ ലോ ഫ്ലെയിമിലും വരുത്തിയിട്ട് നന്നായി തന്നെ കടലയൊന്ന് വേവിച്ചെടുക്കണം. കടല വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കാം. 5 വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കണം. 5 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായി തന്നെ തേങ്ങയൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങയെല്ലാം നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നന്നായി തന്നെ ഇതുപോലെ മൊരിഞ്ഞ് വരണം. അപ്പോഴാണ് ആ ഒരു കറിക്ക് നല്ല കളറും ടേസ്റ്റും എല്ലാം കിട്ടുന്നത്. കരിഞ്ഞു പോകാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഇളക്കി ഇതുപോലെ മൊരിയിച്ചെടുക്കണം. ഇനി നമുക്കിത് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ കടല ഇവിടെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്കിനി കറിയിലോട്ട് അരച്ച് വെച്ച് തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതേ മിക്സിയുടെ ജാറിൽ തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കണം. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ചൊന്ന് സെറ്റായി വരണം. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും കടലയിൽ മസാല എല്ലാം പിടിച്ചിട്ട് കറി നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് താളിച്ചെടുക്കാം. കറി താളിക്കാനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 8 ചുവന്നുള്ളി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. അല്പം വേപ്പില കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഉള്ളിയും വേപ്പിലയും എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കറി ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. കടലക്കറി റെഡി ആയിട്ട് ഇപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.